അതേസമയം US ഇറാൻ വിഷയത്തിൽ പ്രതികരണവുമായി ഖത്തർ. ഏത് തരത്തിലുള്ള സൈനിക നടപടിയും പശ്ചിമേഷ്യൻ മേഖലയിൽ ദുരന്തപൂർണ്ണമായ ആഘാതമുണ്ടാക്കുമെന്ന് ഖത്തർ വിദേശകാര്യ മന്ത്രാലയം പ്രതികരിച്ചു. പ്രശ്നങ്ങൾ ചർച്ചയിലൂടെ പരിഹരിക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നതായും മന്ത്രാലയം വ്യക്തമാക്കി. ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് ചേരുന്നുണ്ട് വിശദാംശങ്ങൾ നൽകാനായി. അബ്ബാസ്, ഈ പശ്ചിമേഷ്യ ഒരു യുദ്ധഭീതിയിലാണെന്നുള്ള കാര്യത്തിൽ സംശയമില്ല. യുദ്ധം തുടങ്ങാൻ വളരെ എളുപ്പമാണ്, പക്ഷേ അത് അവസാനിക്കുന്ന കാര്യത്തിൽ അത് ഇപ്പോൾ ഗസയിലൊക്കെ കണ്ടതുപോലെ ഇതിങ്ങനെ അനിശ്ചിതമായി നീളുകയാണ് ചെയ്യുക. ഖത്തറിന്റെ ആശങ്ക എന്താണ്? എങ്ങനെയാണ് അവർ ആ ആശങ്ക പ്രകടിപ്പിച്ചത്? ജീന, ഇന്ന് ദോഹയിൽ നടത്തിയ പ്രതിവാര വാർത്താ സമ്മേളനത്തിൽ ഖത്തർ വിദേശകാര്യ വക്താവ് മാജിദ് അൽ അൻസാരിയാണ് യുഎസിൻ്റെയും അതുപോലെ ഇറാൻ്റെയും ഇടയിലുള്ള സംഘർഷങ്ങളെക്കുറിച്ച് രാജ്യത്തിൻ്റെ നയങ്ങൾ വിശദീകരിച്ചത്. പ്രധാനമായിട്ടും അദ്ദേഹം 3 കാര്യങ്ങളാണ് ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ ചൂണ്ടിക്കാട്ടിയത്. ഒന്ന്, ഏതെങ്കിലും തരത്തിലുള്ള ഒരു സൈനിക നടപടി അത് ഈ പശ്ചിമേഷ്യൻ മേഖലയിൽ വളരെ ദുരന്തപൂർണ്ണമായ ഒരു പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ്. രണ്ടാമത്, ഈ സംഘർഷങ്ങൾ ഡീഎസ്കലേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള രാജ്യത്തിൻ്റെ ശ്രമങ്ങൾ, ഖത്തറിൻ്റെ ശ്രമങ്ങൾ, നയതന്ത്ര ശ്രമങ്ങൾ ഖത്തർ നടത്തിക്കൊണ്ടിരിക്കുന്നു എന്നുള്ളതാണ്. മൂന്നാമത്, അദ്ദേഹം ഗസയെക്കുറിച്ച് കൂടി ഈ അദ്ദേഹത്തിൻ്റെ വാർത്താ സമ്മേളനത്തിൽ കാര്യങ്ങൾ വിശദീകരിക്കുകയുണ്ടായി. ഒന്നാമത്തെ ഒരു പരിപാടിയിലേക്ക് വരുമ്പോൾ സൈനിക നടപടിക്കെതിരെയുള്ള മുന്നറിയിപ്പാണ് അദ്ദേഹം നൽകിയത്. നമുക്കറിയാവുന്ന പോലെ തന്നെ പശ്ചിമേഷ്യയിലെ സംഘർഷങ്ങൾ വളരെ ദീർഘകാലമായുള്ളതാണ്. അത് GCC രാഷ്ട്രങ്ങളെ കൂടി ബാധിച്ചതാണ്. ഏതെങ്കിലും തരത്തിൽ അത്തരത്തിലുള്ളൊരു സൈനിക നടപടി ഉണ്ടാകുന്ന പക്ഷം അത് മേഖലയിലെ തന്നെ രാഷ്ട്രീയ സംവിധാനങ്ങൾക്ക് വളരെ ദുരന്തപൂർണ്ണമായ ആഘാതങ്ങൾ ഉണ്ടാക്കും, ഇവിടുത്തെ ജീവിതങ്ങൾക്ക് മേൽ കൂടി വളരെ വലിയ ആഘാതങ്ങൾ ഉണ്ടാക്കും എന്നുള്ളതാണ് അദ്ദേഹം മാജിദ് അൽ അൻസാരി ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ വിശദീകരിച്ചത്. അതുകൊണ്ട് തന്നെ ഈ ഇരു രാഷ്ട്രങ്ങളും തമ്മിലുള്ള ഈ എസ്കലേഷൻ ഒഴിവാക്കാൻ വേണ്ടി ഖത്തർ അതിൻ്റെ നയതന്ത്ര ശക്തി ഉപയോഗിച്ച് സമ്മർദ്ദ തന്ത്രങ്ങൾ ഉപയോഗിച്ച് ശ്രമങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ് എന്നും അദ്ദേഹം പറയുകയുണ്ടായി. നമുക്കറിയാവുന്ന പോലെ തന്നെ ഇക്കാര്യത്തിൽ ഒമാൻ ഇരു രാഷ്ട്രങ്ങൾക്കുമിടയിൽ മധ്യസ്ഥ ശ്രമങ്ങൾ നടത്തുന്നുണ്ട്. ഖത്തറിൻ്റെ റോൾ മധ്യസ്ഥ ശ്രമങ്ങളിൽ ലോകത്തുടനീളം ഖത്തറിൻ്റെ ശ്രമങ്ങൾ നമ്മൾ എടുത്തു പറയേണ്ടതാണ്, എടുത്തു കാണേണ്ടതാണ്. ഒമാൻ്റെ ഈ വിഷയത്തിൽ ഒമാനും നടത്തിയ ശ്രമങ്ങളെ ഖത്തർ ഈയിടെ അഭിനന്ദിച്ചിരുന്നു. എന്ന് മാത്രമല്ല, യുഎസുമായി ഈ രാജ്യം ഖത്തർ പുലർത്തുന്ന ഒരു സ്ട്രാറ്റജിക് റിലേഷൻഷിപ്പുണ്ട്, ഒരു പ്രധാനമായ ബന്ധമുണ്ട്. അതുകൊണ്ട് തന്നെ യുഎസിൻ്റെ പക്കൽ ഖത്തറിന് ഒരു വോയിസ് ഉണ്ട്, ഒരു സേ ഉണ്ട് ഇക്കാര്യത്തിൽ. അതുകൊണ്ട് ഈ ഖത്തർ നടത്തുന്ന ഈ മധ്യസ്ഥ ശ്രമങ്ങൾ തീർച്ചയായിട്ടും അത് ഫലം കാണുമെന്ന് തന്നെയാണ് പ്രതീക്ഷ. ഒരു നാറ്റോ ഇതര സഖ്യരാഷ്ട്രം എന്ന നിലക്ക് ഖത്തറിൻ്റെ യുഎസുമായുള്ള ബന്ധം ഇരു രാഷ്ട്രങ്ങൾ തമ്മിലുള്ള ഈ വിഷയത്തിൽ സംഘർഷത്തിൽ ഒരു വലിയൊരു പ്രാധാന്യമുണ്ട് എന്ന് കരുതപ്പെടുന്നു. അതുകൊണ്ട് തന്നെ ഖത്തർ നടത്തുന്ന നയതന്ത്ര ശ്രമങ്ങൾക്ക് തീർച്ചയായിട്ടും അന്താരാഷ്ട്ര തലത്തിൽ വളരെ വലിയ പ്രാധാന്യമുണ്ട്. അദ്ദേഹം പറയുന്നത് പ്രകാരം വാഷിങ്ടണുമായും അതുപോലെ ടെഹ്റാനുമായും ഖത്തർ നയതന്ത്ര ബന്ധങ്ങൾ പുലർത്തിപ്പോരുന്നുണ്ട്, ചർച്ചകൾ നടത്തുന്നുണ്ട് എന്നാണ്. ഏതായാലും വലിയ ഒരു സംഘർഷത്തിലേക്ക് പോകുന്നില്ല എന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. ഏതെങ്കിലും തരത്തിലുള്ള ഒരു എസ്കലേഷൻ ഇരു രാജ്യങ്ങൾക്കുമിടയിൽ ഉണ്ടായാൽ അത് പശ്ചിമേഷ്യയിൽ ദുരന്തപൂർണ്ണമായ പ്രത്യാഘാതങ്ങൾക്ക് വഴിയൊരുക്കും എന്നുള്ളതാണ് മാജിദ് അൽ അൻസാരി ഇന്നത്തെ വാർത്താ സമ്മേളനത്തെ വിശദീകരിച്ചത്. ജീന. ശരി അബ്ബാസ്, ഏതായാലും US ഇറാൻ വിഷയത്തിൽ പ്രതികരണമായി ഖത്തർ രംഗത്തെത്തി ഏത് തരത്തിലുള്ള സൈനിക നടപടിയും പശ്ചിമേഷ്യ മേഖലയിൽ ദുരന്തപൂർണ്ണമായ ആഘാതമുണ്ടാക്കും, അതുകൊണ്ട് ചർച്ച ചെയ്ത് വിഷയം പരിഹരിക്കണമെന്നാണ് ഖത്തർ പറയുന്നത്. വിശദാംശങ്ങളാണ് ദോഹയിൽ നിന്ന് അബ്ബാസ് മുഹമ്മദ് നൽകിയത്.